നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച ഞാനൊരു നാരായണീയ പാരായണം നമുക്കൊന്ന് തുടങ്ങാമെന്ന് കരുതുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് 5-ാമത്തെ ദശകമാണ്. 5-ാമത്തെ ദശകം എന്ന് പറയുന്നത് വിരാട് പുരുഷൻ്റെ ഉൽപ്പത്തിയെ പറ്റിയാണ് ഈ ദശകത്തിൽ പറയുന്നത്. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ പറ്റുന്ന വിധത്തിലൊന്ന് നമ്മൾ പരാമർശിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇരുട്ട് പിടിച്ച കുറ്റി ഇരുട്ടും മഹാപ്രളയവും മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ 2 പരാർത്ഥങ്ങൾ കഴിഞ്ഞപ്പോൾ, പരാർത്ഥം എന്ന് പറയുന്നത് അംഗസംഖ്യ 1, 10, 100, 1000, 10000 എന്നിങ്ങനെ 18 സ്ഥാനങ്ങളുള്ള സംഖ്യ. അതൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ. അങ്ങനെ 2 പരാർത്ഥം, ഒരു പരാർത്ഥം എന്ന് പറഞ്ഞാൽ 18 സ്ഥാനങ്ങളുള്ള ഒരു സംഖ്യ. 2 പരാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പരാർത്ഥമല്ല, 2 പരാർത്ഥ കാലം അങ്ങനെ കിടന്നതിന് ശേഷം ചില മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഈ പ്രളയജലത്തിൽ, ഈ കാലജലത്തിൽ കാലം കുറെ കഴിഞ്ഞപ്പോൾ, കാലം ഒരു ശക്തിയായി മാറിയപ്പോൾ അവിടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്. മായ അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. മായ ക്ഷോഭിച്ചു. ഒന്നുമില്ലാത്ത ഈ പ്രളയം, കുറ്റക്കൂരിരുട്ട്, എന്തെങ്കിലും മായാജാലങ്ങളൊക്കെ ഇവിടെ വേണമെന്ന് കരുതി ഭഗവാനെ ഒരു സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ 3-ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷ ഞാനൊന്ന് വായിക്കാം, നമ്മൾ നിർത്തിയത് എവിടെയാണെന്ന് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. 2 പരാർത്ഥം വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഭവാൻ, മഹാപ്രളയവും കുറ്റിരുട്ടും മാത്രമായി 2 പരാർത്ഥകാലം കഴിഞ്ഞപ്പോൾ ഭവാൻ അങ്ങ് സിന്ധു സ്വരൂപിയായി മായ ക്ഷോഭിച്ചു. മായ സൃഷ്ടിക്കുന്ന ത്രിശിക്ഷ രൂപിയായിട്ടുള്ള ഭഗവാന് തന്നെ ഇവിടെ മറ്റൊന്നുമില്ലല്ലോ എന്ന് കരുതി ഒരു മായയിൽ മായ ക്ഷോഭിച്ചു. മായയാണ് ഈ കാണുന്നതെല്ലാം. അതിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് മായ ഭഗവാനോട് ക്ഷോഭിക്കുകയാണ്. മായയിൽ പ്രതിബിംബമായി മായാശക്തിയിങ്കൽ നിന്നും കാലശക്തി തെളിഞ്ഞു പോയി. അങ്ങനെ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടതായ അങ്ങയുടെ മായാശക്തിയിൽ നിന്നും കാലശക്തി തെളിഞ്ഞു പോയി. കാലം ഒരുപാട് തെളിഞ്ഞു കഴിഞ്ഞ് വന്നപ്പോൾ മായയ്ക്കു സഹായമായി ത്രിഗുണങ്ങളും. ഇവിടെ മായ ഉണ്ടാകാൻ, മായാപ്രപഞ്ചമുണ്ടാകാൻ, ആകാശം, ബ്രഹ്മഭൂതി, ഇന്ന് കാണുന്നതെല്ലാം ഇവിടെ ഉണ്ടാകുന്നതിന് മായ പ്രവർത്തിച്ചപ്പോൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ ത്രിഗുണങ്ങളും അവിടെ സഹായമായി ഭവിച്ചു എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ ഇതിന് നോക്കുന്നത് 4-ാമത്തെ ശ്ലോകമാണ്. 5-ാം ദശകത്തിൽ 4-ാമത്തെ ശ്ലോകം. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബദോ വിധിശിവാൻ ജീവോപി നൈവാപര കാലാദി പ്രതിബോധിതാത ഭവത സഞ്ജോതിത ച സ്വയം മായാസാ ഖലു ബുദ്ധിതത്വമസൃജദ്യോസൗ മഖാനുച്യതേ. അതായത് മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷോ ഉപലക്ഷത സാക്ഷീതി ഗീതോ ഭവാൻ. അതായത് മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും, മായയിൽ മാത്രം പ്രവേശിച്ചിട്ടുള്ളവൻ, മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടു കൂടിയവൻ അങ്ങ് മായയിലുണ്ട്.
പക്ഷേ സ്വരൂപത്തോടു കൂടി അവിടെ പ്രവേശിച്ചിട്ടില്ല. അങ്ങനെയുള്ളതായ അങ്ങയെ സാക്ഷി എന്നാണ് പുകഴ്ത്തി പറയുന്നത്. ഭവാൻ സാക്ഷി ഇത് ഗീതേ, എല്ലാത്തിനും സാക്ഷിയാണ്. ദൈവം സാക്ഷി, നമ്മളിപ്പോഴും സത്യം പിടിക്കുമ്പോൾ പറയണല്ലേ, ആ ദൈവം സാക്ഷിയായിട്ട് മായയിൽ ലയിച്ചിട്ടുണ്ട്. പക്ഷേ സ്വരൂപത്തോടുകൂടി നോക്കുമ്പോൾ കാണാനില്ല, മായ തന്നെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ അങ്ങയെ പറയുന്നത് സാക്ഷി എന്നാണ്. താം ഭേദൈ പ്രതിബിംബത, ആ മായയിൽ ഉപാധിഭേദങ്ങളൊന്നുമില്ലാണ്ട് പ്രതിബിംബമായിട്ട് പ്രവേശിച്ച ഭവാൻ, അതാണ് വിധി അതിനെയാണ് പറയുന്നത് വിവിശിവാൻ എന്ന് പറഞ്ഞാൽ ഒരു ഉപാധികളും ഇല്ലാതെ കണ്ട് ഭവാൻ തന്നെയാണ് ജീവ അഭി അപരാന്ന ഏവ. ജീവാത്മാവ് എന്ന് പറയുന്നത് അത് അങ്ങ് തന്നെയാണ്. അങ്ങ് മഹാപ്രളയത്തിലും കൂരുരുട്ടിലും രണ്ട് പരാർത്ഥങ്ങൾ വസിച്ചതിന് ശേഷം ഇവിടെ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ ആ മായയിൽ അങ്ങ് ലയിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങയെ രൂപഭേദങ്ങളോട് അവിടെ കാണാനൊട്ട് പറ്റണമില്ല. അങ്ങയെ ഇതിനെല്ലാം, ഈ സൃഷ്ടികർമ്മങ്ങൾക്കെല്ലാം സാക്ഷി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭവാൻ തന്നെയാണ് കേട്ടോ ജീവാത്മാവ്. ഏതൊരു ജീവികളുടെയും ഉള്ളിലുള്ള ജീവാത്മാവ് എന്ന് പറയുന്നത് അത് അങ്ങ് തന്നെയാണ്, മറ്റൊരാളല്ല. അത കാലാഭിപ്രതിബോധിത. ജീവാത്മാവ് അദൃഷ്ടമാണ്. ജീവാത്മാവിൻ്റെ സ്വഭാവം മാത്രമാണ് അതിൽ ഉണർത്തപ്പെട്ടിരിക്കുന്നത്. ഭവതാ സംചോദിതാജ സമായ ഖലു, അങ്ങയാൽ നന്നായി പ്രേരിപ്പിക്കപ്പെട്ടതായ ആ മായ. അതായത് ഇനി സൃഷ്ടി തുടങ്ങാമെന്ന് കരുതി അങ്ങ് മായയെ പ്രേരിപ്പിക്കുകയാണ്. കാരണം മായയിൽ ലയിച്ചിരിക്കുന്നത് ഭവാനാണ്, അദൃശ്യ രൂപിയാണ് കേട്ടോ അങ്ങ്. എങ്കിലും മായയിൽ അങ്ങയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നന്നായി പ്രേരിപ്പിക്കുകയാണ് അങ്ങ്. എന്തിന്? മായയെ. ഏത് വിധത്തിൽ? അസൗ മഹാനുച്യതേ, ഇതിനെ യാതൊന്നിനെയാണോ, അതായത് യാതൊരു ഇതിനെ, അതായത് അങ്ങ് പ്രേരിപ്പിച്ചിട്ട് ഇവിടെ അങ്ങ് സൃഷ്ടികർമ്മം നടക്കുകയാണ്. എന്താണ്? അതാണ് മഹാതത്വം. മഹാതത്വം അങ്ങാകുന്ന ആ ജീവാത്മാവ് മായയിലിരുന്നു കൊണ്ട് അദൃശ്യരൂപിയായിട്ടാണ് കേട്ടോ ഇരിക്കണേ. അങ്ങനെ ഇരുന്നു കൊണ്ട് പ്രേരിപ്പിക്കുകയാണ്. എന്തിനായിട്ട്? ഇതിനെ ബുദ്ധിതത്വത്തെ സൃഷ്ടിക്കാൻ, മഹത്തത്വത്തെ സൃഷ്ടിക്കാൻ. അതിനെയാണ് ഈ മഹത്തത്വം എന്ന് പറയുന്നത്. അതായത് ഈശ്വരൻ, ജീവൻ എന്നിവരുടെ സ്വരൂപം പൂർവാർത്ഥത്തിൽ ആദ്യം അങ്ങ് ചെയ്യാൻ പോകുന്നത് ഈശ്വരൻ എന്ന സങ്കല്പം. പിന്നെ അടുത്തത് ജീവൻ. എൻ്റെ ജീവൻ അതെനിക്ക് ദൈവം തന്നതാണ്, ഈശ്വരൻ തന്നതാണ്. അങ്ങനെ ഈശ്വരനും ജീവനും ഒരു കൂട്ടുകെട്ടായിട്ട് പൂർവാർത്ഥത്തിലും പ്രകൃതിയിൽ നിന്ന് സൃഷ്ടിയുണ്ടായ ക്രമം ഉത്തരാർത്ഥത്തിലും. ഈ പ്രകൃതിയിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. നമ്മൾ ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. ഞാൻ സ്കൂളിൽ പഠിച്ചതായിട്ട് ഓർക്കുകയാണ് കേട്ടോ. ഡാർവിൻ എന്ന് പറഞ്ഞാൽ ആദ്യം ജീവികൾ സമുദ്രത്തിലെ ഏകകോശ ജീവികളായ അമീബയുണ്ടായി. തിരയടിച്ചവ കരയിലേക്ക് കുറേ കയറി, കുറേ കടലിൽ തന്നെ കിടന്നു. കരലിൽ കയറിയ ഏകകോശ ജീവികൾ പിന്നെ വളർന്ന് 2 കോശം 4 കോശം 8 കോശം 10 കോശം അങ്ങനെ വളർന്ന് ജീവികൾ ഒരിടത്ത് കൂടി കണ്ട് സ്ഥലമില്ലാതെ വന്നപ്പം മേപ്പോട്ട് കയറി അങ്ങനെ കരഭാഗത്ത് കുറേ ജീവികളുണ്ടായി. അവയ്ക്ക് രൂപാന്തരം വന്നു. ഏകകോശ ജീവിയായ അമീബ മാറി, കടലിലും മാറി, കരയിലും മാറി. ഇന്ന് കാണുന്ന വൻമരങ്ങൾ വരെ, നീലത്തിമിംഗലം പോലെയുള്ള വൻ ജീവികൾ വരെ ഏകകോശ അമീബയിൽ നിന്നുണ്ടായതാണെന്ന് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ
അത് തന്നെയാണ് ഇവിടെയും. മഹാപ്രളയം കുറ്റാക്കൂരിയിട്ട് അവിടെ ഭഗവാന്റെ ഒരു മായ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അദൃശ്യരൂപിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇവിടെ സൃഷ്ടിക്ക് പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം സൃഷ്ടികർമ്മം നടത്താനായിട്ട് ആരംഭിക്കുന്നു, സാഹചര്യം ഒരുക്കുന്നു. ആദ്യം തന്നെ ബുദ്ധിതത്വം, മഹത്തത്വം എന്ന് പറയുന്ന അതും ഉണ്ടായി. പൂർവാർദ്ധത്തിൽ ഈശ്വരനും ജീവനും യോജിച്ചു നിന്നു. ഉത്തരാർദ്ധത്തിൽ രണ്ടാമത്തതിൽ അർത്ഥത്തിൽ എന്താണ് സൃഷ്ടിയുണ്ടായ ക്രമം? എന്താ ക്രമം? ഏകകോശ ജീവിയായ അമീബ മുതൽ നീലത്തിമിംഗലം വരെ, കൊമ്പനാന, വൻമരങ്ങൾ, പർവ്വതങ്ങൾ, അങ്ങനെ പലതും ഈ പ്രപഞ്ചത്തിലുണ്ടായി. അതിൻ്റെയൊക്കെ ഉത്ഭവം മഹാപ്രളയത്തിൽ നിന്നാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പരാമർശിക്കുന്നത്. ഞാൻ ഈ ശ്ലോകം ഒന്ന് വായിക്കാം. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്തം പ്രതിബിംബദോ വിവിശിവാൻ ജീവോ വിനൈവ പരാം കാലാദി പ്രതിബോധിതാദഭവത സഞ്ജോദിതാ ച സ്വയം മായാ സകലു ബുദ്ധിതത്വമാസൃജദ്യോസൗ മഹാനുച്യതേ. ഇതിനെയാണ് അങ്ങ് സൃഷ്ടിച്ചതിനെയാണ് മഹത്തത്വം, ബുദ്ധിതത്വം, മഹത്തത്വം എന്നൊക്കെ പറയുന്നത്. രണ്ടും ഒന്നാണ്. ജീവൻ, ജീവാത്മാവ് എന്ന് അങ്ങേയും പറയുന്നു. ഇതിൻ്റെ ഒരു പരിഭാഷ ഒന്ന് കേട്ടു നോക്കൂ. മായാസന്നിധാനം ചെയ്തും മായയിൽ കടക്കാതെയും മംഗളസ്വരൂപിയായി സാക്ഷിയായി ഭവാൻ. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മായയിൽ സന്നിധാനം ചെയ്തു, എന്നാൽ മായയ്ക്കകത്തോട്ട് കടന്നുമില്ല. മംഗളസ്വരൂപിയായി ഭഗവാൻ അങ്ങാണ് കേട്ടോ. സാക്ഷിയായിട്ടും ഭവാൻ മായയിൽ പ്രതിബിംബമായി അവിടുത്തെ പ്രേരണയാൽ മഹതത്വമാകും ബുദ്ധി തത്വം സൃഷ്ടിച്ചു. അങ്ങയുടെ മഹതത്വമായ ബുദ്ധി തത്വത്തെ മായയിലെ പ്രതിബിംബമായിട്ട് സൃഷ്ടിച്ചു, സൃഷ്ടികർമ്മം നടത്തി എന്നാണ് പറയുന്നത്. ഇതാണ് നാലാമത്തെ ശ്ലോകം. അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് ഇതൊക്കെ കടുകട്ടി വേദാന്തങ്ങളാണ്. പല പ്രാവശ്യം വായിക്കേണ്ടിയിരിക്കുന്നു. തത്രസൗ ത്രിഗുണാത്മകോ ബീജമഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമേത്യുദ്ബോധ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണോ ഭവ പ്രേരണാത്. ഈ ശ്ലോകം ഇത് അഞ്ചാമത്തെ ശ്ലോകമാണ്. തത്ര അസൗച്ച മഹാൻ പദം പിരിക്കുമ്പോൾ വരുന്നത് തത്ര അസൗച്ച മഹാൻ ത്രിഗുണാത്മക അഭി സത്വപ്രധാന. ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് സത്വം, രജസ്, തമസ്. ആ സത്വരജസ് തമസ്സുകൾ ചേർന്നെങ്കിലും അതിൽ മായാകാര്യങ്ങളിൽ മഹത്തത്വമാകട്ടെ. മഹത്തത്വമാണല്ലോ ആദ്യം സൃഷ്ടിച്ചത്. മഹത്തത്വം, ബുദ്ധിതത്വം അത് സത്വഗുണ പ്രധാനമാണ്. ത്രിഗുണങ്ങളിൽ സത്വഗുണ പ്രധാനമാണ്. അതാണ് തത്ര സൗച മഹാൻ ത്രിഗുണാത്മക അഭിസത്വപ്രധാന. ത്രിഗുണങ്ങളിൽ സത്വപ്രധാനമായിട്ടുള്ളതാണ് എന്ത്? അസ്മിൻ ജീവേ സ്വയം. ഈ ജീവങ്കൽ അത് ഇത് എന്നൊക്കെ പറയാമെന്ന് വെച്ചാൽ വികല്പമല്ലാത്ത നിർവികൽപ്പം അഹം ഇതി ഉദ്ബോധ നിഷ്പാദക കലു ഇതി. അപ്പോൾ സ്വയം നിർവികൽപ്പം ആയി, അതായത് ഈ ജീവങ്കൽ അത് നമ്മൾ വസ്തുക്കളെ പറയില്ലേ, അത് ഇത് ആ മരം ഈ മരം, ആ വസ്തു ഈ വസ്തു, ആ പാത്രം ഈ പാത്രം എന്നൊക്കെ പറയുന്ന അത് ഇത് എന്നുള്ള ആ വികല്പമായ ആ ജീവങ്ങൾ ഞാൻ എന്ന ഒരു
തോന്നൽ, ഞാൻ എന്ന തോന്നലിനെ നിർവികൽപ്പം അഹം ഇതി, ഞാനും ഈ കാണുന്ന മരങ്ങളും പുല്ലുകളും പുൽക്കൊടികളും ഉള്ളതുപോലെ ഒരു ജീവി, പല ആനയും മൃഗവും കാട്ടുമൃഗവും നാട്ടുമൃഗവും പശുവും ആടുമൊക്കെ ഉള്ളതുപോലെ ഈ ഞാനും എങ്ങനെയാണ് വികല്പമല്ലാത്ത ഈ ഞാൻ എന്ന ഒരു തോന്നൽ സ്വയമേ ഉണ്ടാകുന്നു. ഉദ്ബോധ നിഷ്പാദക ഖലു അസൗ മഹാൻ ഖലോ വിഷ്ണു, ഈ മഹത്തത്വം തന്നെ അല്ലേ വിഷ്ണു. ഭവത്പ്രേരണ, അത് അവിടുത്തെ പ്രേരണ ഹേതുവായിട്ടല്ലേ ഇങ്ങനെയുള്ള ഈ മഹത്തത്വം ഉണ്ടായിട്ടുള്ളത്. ത്രിഗുണൈ സമ്പുഷ്ടം തമോതി ബഹുലം, ത്രിഗുണങ്ങൾ നന്നായി തികഞ്ഞതും തമോ ഗുണത്തിന് ആധിക്യമുള്ളതുമാണ്. അടുത്ത് സവികൽപ്പബോധകം, മുൻപറഞ്ഞ ആ വികൽപ്പത്തിൻ്റെ ബോധം ഉളവായിട്ട് അഹം തത്വം ചക്രേ, അഹങ്കാരമെന്ന തത്വത്തെ സൃഷ്ടിച്ചു. അപ്പോൾ ബുദ്ധിതത്വം എപ്പോൾ ഉണ്ടായോ അപ്പോൾ തന്നെ ഭഗവാൻ അഹങ്കാരമെന്ന ആ വികല തത്വത്തെയും സൃഷ്ടിച്ചു. എന്ന് പറഞ്ഞാൽ എവിടെ ബുദ്ധിയുണ്ടോ അവിടെ അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് അഹങ്കാരം. ഇപ്പം മനസ്സിലായോ? ബുദ്ധിയുള്ളവർക്ക് അഹങ്കാരം ഉണ്ടാവും എന്നല്ല പറയുന്നത്. ബുദ്ധിയോടൊപ്പം സദാ ശ്രീഭഗവതിയോടൊപ്പമാണ് ജ്യേഷ്ഠാ ഭഗവതി എന്നതുപോലെ ബുദ്ധി എവിടെ ഉണ്ടാകുന്നുവോ അതോടൊപ്പം തന്നെ അവിടെ അഹങ്കാരം കൂടി ഉണ്ടാവും. അതിനെ അടിച്ചമർത്തി ഒതുക്കി വയ്ക്കാൻ നമുക്ക് കഴിയണം. അതാണ് ബുദ്ധിയുടെ സാമർഥ്യം. അതിൽ ബുദ്ധി വിജയിച്ചാൽ നല്ലൊരു മാന്യനായി. അല്ല ഇനിയിപ്പോൾ അഹങ്കാരമാണ് പൊങ്ങി വരുന്നത് ചില എന്തുണ്ടായിട്ട് എന്ത് കാര്യം, മഹാഹങ്കാരി അങ്ങനെയും ആയിത്തീരും. അതാണ് കാര്യം. ഇത് രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് ഉണ്ടായതാണ്. ത്രിഗുണാത്മകമായ മഹത്തത്വം സത്വഗുണപ്രധാനമായിട്ട് നിർവികൽപ്പമായ അഹംബോധത്തെ സൃഷ്ടിക്കുന്നു. ഈ ത്രിഗുണങ്ങളിൽ ഒന്ന് തന്നെയാണ് അഹം എന്ന ഭാവം, ഞാൻ എന്ന ഭാവം. അഹങ്കാരം ബുദ്ധിയോടൊപ്പം തന്നെ സൃഷ്ടി ഉണ്ടാകുകയാണ്. രണ്ടിൻ്റെയും സൃഷ്ടി ഒരുമിച്ചാണ്. അത് തമോ ഗുണപ്രധാനമായിട്ട് സവികൽപ്പബോധജനകമായി അഹങ്കാരത്തെ സൃഷ്ടിക്കുന്നു എന്ന്. ബുദ്ധിയും അഹങ്കാരവും ഒരുമിച്ച് ജനിക്കുന്നു, ഒരുമിച്ചാണ് ഇതിൻ്റെ സൃഷ്ടികർമ്മം എന്നേ ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി ശ്ലോകം വായിക്കാം. അത് ഇതാകാം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപ്പമഹമേത്യുദ്ബോധൻ നിഷ്പാദക ചക്രേസ്മിൻ സവികൽപ്പബോധകമഹം തത്വം ബല മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോദിബകുലം വിഷ്ണു ഭവത്പ്രേരണ. ഇതെല്ലാം അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് കേട്ടോ ഉണ്ടാകുന്നതൊക്കെ. ഈ ബുദ്ധിയും അഹങ്കാരവും ഒരുമിച്ച് അങ്ങയുടെ പ്രേരണയാലാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ ശ്രദ്ധിക്കുക. സത്വരജസ്തമസാദി നിറഞ്ഞൊരീ മഹാതത്വം. ഭഗവാനെ, മഹാപ്രളയവും കൂരിരുട്ടും രണ്ട് പരാർത്ഥം കഴിഞ്ഞതിന് ശേഷം അങ്ങയുടെ മായ ഉണ്ടായി. ആ മായയിൽ സത്വരജസ്തമസാദി നിറഞ്ഞൊരീ മഹാതത്വം, അതിൽ നിന്നുളവായതാണ് മഹാതത്വം. സത്വഗുണപ്രധാനമാണെന്നറിയുക. അത് സത്വപ്രധാനമാണ്, സത്വഗുണപ്രധാനമാണ് മഹത്തത്വം.
പിന്നീട് വിഷ്ണുവിൻ്റെ പ്രേരണയാൽ തമോ ഗുണഭാവമേറും. വിഷ്ണുവിൻ്റെ പ്രേരണ കൊണ്ട് തമോ ഗുണത്തിൻ്റെ ഭാവം കുറച്ച് കൂടുതലായും അഹങ്കാരം എന്ന തത്വം സൃഷ്ടിക്കപ്പെട്ടു. സത്വഗുണപ്രധാനമായ ബുദ്ധി ആദ്യം സൃഷ്ടിച്ചു മഹത്തത്വം. തമോ ഗുണപ്രധാനമായിട്ടുള്ള അഹങ്കാരം ഒട്ടനെ തന്നെയും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക്, 6ാമത്തെ ശ്ലോകത്തിലേക്ക് വരാം. സോഹം ച ത്രിഗുണക്രമാത്രിവിധാതാമാസാദ്യ വൈകാരികോ ഭൂയൈസ്തൈജസദാ വിധി ഭവന്നാദ്യേന സത്വാത്മനാ ഭവാനിന്ദ്രിയമാനിനോ കൃതദിശ വാതാർക്കപശ്വശിനോ വജ്നീന്ദ്രാച്യുതമേത്രഗാൻ വിധുവിധി ശ്രീരുദ്രശാരീരികാൻ. സോ അഹം, സ്വ അഹം എന്ന് പറയുന്നതാണ് സോഹം ച. ആ അഹങ്കാരമാകട്ടെ, അഹം എന്ന ഭാവം, അതാണ് അഹങ്കാരം. സ്വ അഹം ച എന്ന് വെച്ചാൽ ആ അഹങ്കാരം അങ്ങോട്ട് സൃഷ്ടി കഴിഞ്ഞപ്പോൾ, അഹങ്കാരം പിറന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ത്രിഗുണക്രമാത് ത്രിവിധാം ആസാദ്യ. സത്വ രജ തമസുകളുടെ ക്രമമനുസരിച്ച് 3 വിധത്തിലാവുക എന്ന അവസ്ഥയെ പ്രാപിച്ചു. ഇവർ സത്വത്തിൻ്റെ ഭാഗത്തും രജസിൻ്റെ ഭാഗത്തും തമസിൻ്റെ ഭാഗത്തേക്കും 3ആയിട്ട് അങ്ങോട്ട് പിരിഞ്ഞു. വൈകാരിക ഭൂയ തൈജസ താമസൗ ഇതിജവാൻ. വൈകാരികവും എന്ന് വെച്ചാൽ സ്വാത്വികമായിട്ടുള്ളതും, പിന്നീടോ തൈജസ എന്ന് വെച്ചാൽ രാജസ താമസങ്ങളും, രാജോ ഗുണവും തമോ ഗുണവും എന്ന സംജ്ഞകളുമായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധി എന്ന് പറയുന്നത് സത്വഭാവത്തിലേക്കും രജോഭാവത്തിലേക്കും രജസ്സിലേക്കും തമോഭാവത്തിലേക്കും 3ആയിട്ട് അങ്ങോട്ട് പിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യേന സത്വാത്മന ദിശ വാതാർക്കപാശ്വശിന. ആദ്യത്തേതായ സത്വം കൊണ്ട് ദിക്ക്, വായു, ആദിത്യൻ, അശ്വിനി ദേവന്മാർ എന്നിവരൊക്കെ സത്വഗുണപ്രധാനമുള്ളവരായി മാറി. അവരുടെയൊക്കെ സൃഷ്ടിയിൽ സത്വഗുണമാണ് പ്രാധാന്യം. വജ്നീന്ദ്രാച്യുതമേത്രകാൻ. അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതിമാർ ഇതൊക്കെ സൃഷ്ടിച്ചുള്ളൂ ഭഗവാൻ. ഈ പ്രളയത്തിന് ശേഷം മായയാൽ ഇവയൊക്കെ സൃഷ്ടിച്ചു. ഇവരൊക്കെയാകട്ടെ വിധുവിധി ശ്രീരുദ്ര ശാരീരികാൻ. ചന്ദ്രൻ വിധു എന്ന് പറഞ്ഞാൽ വിധാതാവ് ബ്രഹ്മാവ്, ചതുർമുഖൻ, രുദ്രൻ മഹാദേവൻ, ക്ഷേത്രജ്ഞൻ ഒക്കെ ഇവരൊക്കെ ഉണ്ടല്ലോ. ഇന്ദ്രിയമാനിന, ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാക്കൾ എന്നഭിമാനിക്കുന്ന ദേവാൻ അകൃത. ഓരോ ഇന്ദ്രിയങ്ങളുടെയും അഭിമാനമാണ് ദേവന്മാർ. ഇവരൊക്കെ സൃഷ്ടി പിന്നെ തുരുതുരെയാണ് സൃഷ്ടി. ആരെയൊക്കെ ഇപ്പോൾ സൃഷ്ടിച്ചേ? രാജസ തമസം എന്ന സങ്കല്പമുള്ളതായി തീർന്നു. വൈകാരികം ഈ ബുദ്ധിയിൽ നിന്നും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇങ്ങനെ 3ആയി പിരിഞ്ഞ് അവയിൽ ഓരോന്നും പ്രാധാന്യമായിട്ട് ആദ്യത്തേതായ സ്വാത്വിക കൊണ്ട് ദിക്കുകൾ, വായു, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവന്മാരെന്നിവരൊക്കെ ഉണ്ടായി. അതിലൊക്കെ പ്രാധാന്യം കൂടുതലായി അവർക്ക്. അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ എന്നിവരൊക്കെ ഉണ്ടായി. ചന്ദ്രൻ, ചതുർമുഖൻ, രുദ്രൻ എന്നിവർ തമോ ഗുണത്തിൽ കൂടുതലുള്ളവരായി. ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാക്കൾ എന്ന് ദേവന്മാരെയും അവിടെ സൃഷ്ടിച്ചു. സാത്വിക അഹങ്കാരത്തിൻ്റെ സൃഷ്ടിപ്രകാരം സ്തോത്രം, ത്വക്ക്, ചക്ഷുസ്, ജിഹ്വ, ഘ്രാണം ഇവയൊക്കെ സൃഷ്ടിപ്രകാരം സാത്വിക പ്രാധാന്യമുള്ളവയാണ്.
ദിക്കെന്ന് പറയുന്നത് വായു, അർക്കൻ, പാശി, അശ്വികൾ. വാക്കെന്ന് പറയുന്നത് പാണി, പാദം, പായു, ഉപസ്ഥം എന്നിവ എന്നിങ്ങനെയുള്ള ഇന്ദ്രന്മാർ. അച്യുതം, ചതുർമുഖം, ശാരീരികൻ, ശ്രീരുദ്ര ശാരീരികൻ എന്ന് വെച്ചാൽ രുദ്രൻ, ക്ഷേത്രങ്ങൾ. ഇതാണ് ക്രമം. ജ്ഞാനേന്ദ്രിയ ചുരുക്കത്തിൽ ഇവയേ ഉണ്ടായിട്ടുള്ളൂ. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്ധക്കരണ വൃത്തികൾ. ഈ 3 വിഭാഗത്തിൽപ്പെട്ട സൃഷ്ടികർമ്മം നടന്നു. ഇവ 3ലും സാത്വിക ഭാവമുണ്ട്, രജോ ഗുണഭാവമുണ്ട്, തമോ ഗുണഭാവമുണ്ട്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധ താമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജ തദാമ സതാമസവിധി ഭവന്നാദ്യേന സത്വാത്മന ഭവാനിന്ദ്രിയമാനിനോ കൃതദിശ വാദാർക്കപാശശ്വിനോ വഗ്നീന്ദ്രാച്യുതമിത്രകാൻ പിതുവിധി ശ്രീരുദ്രശാരീരികാൻ. സാത്വികം, രാജസം, തമസ് ഈ ത്രിഗുണങ്ങളെ വെച്ചുകൊണ്ട് ഒരുപാട് വസ്തുക്കളെ സൃഷ്ടികർമ്മം നടത്തി എന്നാണ്, സൃഷ്ടികർമ്മം നടന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു ആശയം. ഇതിൻ്റെ പരിഭാഷയിൽ ആകുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. സാത്വികമഹങ്കാരത്തിങ്കൽ നിന്നും ജനിച്ചല്ലോ. സാത്വിക ഭാവത്തിൽ നിന്ന്, സത്വഗുണത്തിൽ നിന്ന്, സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ജ്ഞാനത്തിനു കാരണമാമിന്ദ്രിയങ്ങളും, ഇന്ദ്രിയങ്ങൾ ജനിച്ചതും സാത്വിക ഭാവത്തിൽ നിന്നാണ്. കർമ്മേന്ദ്രിയങ്ങളാകുന്ന കാലും കയ്യും വാക്കും പിന്നെ ഇന്ദ്രിയാധിഷ്ഠിതാക്കളാം ദേവജനവും ഇവയൊക്കെ സാത്വിക ഭാവത്തിൽ നിന്നും ഉണ്ടായവയാണ്. സാത്വികമാം അഹങ്കാരത്തിങ്കൽ നിന്നും ജനിച്ചല്ലോ ജ്ഞാനത്തിനു കാരണമാം ഇന്ദ്രിയങ്ങളും. സാത്വിക ഭാവത്തിൽ നിന്ന്, സത്വത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങൾ ജനിച്ചിട്ടുള്ളത്. കർമ്മേന്ദ്രിയങ്ങളാകുന്ന കർമ്മം ചെയ്യുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് കയ്യ്, കാല് എന്നിവ. അവയൊക്കെ കയ്യും കാലും വാക്കും പിന്നെ ഇന്ദ്രിയാധിഷ്ഠിതാക്കളാം ദേവജനവും. ദേവന്മാർ ജനിച്ചേക്കുന്നതും ഈ ഭാവത്തിൽ നിന്ന്, സത്വഗുണത്തിൽ നിന്ന് തന്നെയാണ് ദേവന്മാരും ജനിച്ച് ഇരിക്കുന്നത്. ഇന്ന് ഈ 3 ശ്ലോകങ്ങൾ മാത്രമേ ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. കാരണം 27 മിനിറ്റ്. ഇതിൽ കൂടുതൽ 3 ശ്ലോകത്തിൽ കൂടുതലൊന്നും നാരായണീയം ഇന്നും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. പല പ്രാവശ്യം വായിക്കണം കേട്ടോ, വീണ്ടും വായിക്കണം കേട്ടോ. അടുത്ത ക്ലാസ് അടുത്ത ആഴ്ച വരണതിന് മുൻപായിട്ട് ഇത് ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കണം. എന്നാലേ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികൾ, നമ്മൾക്ക് ബുദ്ധിയുണ്ട് ഉറപ്പാണല്ലോ, എങ്കിൽ അഹങ്കാരമുണ്ട്. കാരണം അത് രണ്ടും ഇണപിരിയാത്ത സുഹൃത്തുക്കളാണ്. ബുദ്ധിയോടൊപ്പം നിൽക്കും അഹങ്കാരം. അഹങ്കാരത്തെ ഒഴിവാക്കി ബുദ്ധി മാത്രം അങ്ങനെ ഒരാൾക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ട് പക്ഷെ നമ്മൾ എങ്ങനെയാണ് ബുദ്ധിമാന്മാരാകുന്നത്? അഹങ്കാരത്തെ കീഴ്പ്പെടുത്താൻ മാത്രം നമ്മുടെ ബുദ്ധി വികസിക്കണം. അപ്പോഴേ നമ്മൾ സദ്ബുദ്ധികളാകുള്ളൂ. ഇല്ലെങ്കിൽ അഹങ്കാരത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഭുക്തിയാണ് ദുർബുദ്ധി, ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇപ്പം മനസ്സിലായോ? ഏകദേശം സത്വഗുണ പ്രാധാന്യമുള്ള ബുദ്ധി ജനിച്ചപ്പോൾ തന്നെ, ബുദ്ധി പിറന്നപ്പോൾ തന്നെ, ബുദ്ധിയെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഭഗവാനെ അങ്ങ് മഹാവിഷ്ണു അഹങ്കാരത്തെ കൂടെ ജനിപ്പിച്ചു. ഇവ രണ്ടും വേർപിരിയാതെ അങ്ങ് നടമാടിക്കൊണ്ടിരിക്കുക, നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിലും നിന്നിലും എല്ലാം ബുദ്ധിയും അഹങ്കാരവും ഒരുമിച്ച് കുടികൊള്ളുകയാണ്. നമുക്ക് അതിജീവിക്കാൻ പറ്റണം.
അഹങ്കാരത്തെ അതിജീവിച്ചതിൻ്റെ മേലെ കയറി ബുദ്ധി കയറിയിരിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. വിരാട് പുരുഷോൽപ്പത്തിയെക്കുറിച്ച് എനിക്കറിയാവുന്നതുപോലെ ഞാൻ ഒന്ന് വിശദമാക്കി പറഞ്ഞു. ഇത് പല പ്രാവശ്യം കേട്ടാലേ അല്പമെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കയറുകയുള്ളൂ. ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, ബുദ്ധിയും അഹങ്കാരവും ഒരുമിച്ച് പോകണം. നമുക്ക് ബുദ്ധിയെ വളർത്തണം, അഹങ്കാരത്തെ ഒതുക്കണം. എങ്കിലേ നമ്മൾ നല്ലൊരു വ്യക്തിയാവുകയുള്ളൂ. നമുക്ക് സൽവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാവിധ പദങ്ങളും ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ 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 രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നന്ദി.